ഹലോ മക്കളെ, ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ടെൻഷൻ ആക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ട്രെസ് കൂട്ടാനോ വേണ്ടിയിട്ടല്ല മിസ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ചെയ്തു തരുന്നത്. അതായത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും നോക്കിയിട്ടുണ്ടോ നമ്മുടെ പബ്ലിക് എക്സാം എത്താനായിട്ട് ഇനി എത്ര ദിവസം ബാക്കിയുണ്ടെന്നുള്ളത്? നമ്മൾ വിചാരിക്കും ഇപ്പൊ ഫെബ്രുവരി സ്റ്റാർട്ട് ചെയ്തിട്ടല്ലോ, അപ്പൊ ഇനിയും ഇതേ സമയം ഉണ്ടല്ലോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ ഇനി വെറും 20 ദിവസം മാത്രമേ നമ്മുടെ പബ്ലിക് എക്സാം എത്താനായിട്ട് നമ്മുടെ കയ്യിലുള്ളൂ. ആ 20 ദിവസത്തിനുള്ളിൽ നമുക്ക് ഒരുപാട് ചാപ്റ്റേഴ്സ് പഠിച്ചു തീർക്കാനുണ്ട്. അതേപോലെ തന്നെ കുറെ ചാപ്റ്റേഴ്സ് നമ്മൾ ഒന്നും തൊട്ട് നോക്കാത്ത ചാപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. ചില ചാപ്റ്റേഴ്സ് നമുക്ക് കുറച്ച് മാത്രമേ അറിയുന്നുണ്ടായിരിക്കുള്ളൂ. ചിലത് നമുക്ക് അത്യാവശ്യം അറിയുന്നുണ്ടായിരിക്കും, പക്ഷെ എന്നാലും നമുക്ക് നന്നായിട്ട് റിവൈസ് ചെയ്യണം അല്ലെ. പിന്നെ അതേപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ള കാര്യം നമുക്കറിയില്ല. അപ്പൊ ഇങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്കറിയണം അല്ലെ. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് ഇനിയിപ്പോ ശരിക്കും പറഞ്ഞാൽ ഒരു ആദ്യം മുതൽ തുടങ്ങുക എന്നുള്ളത് നമുക്ക് ഒരിക്കലും പോസിബിൾ ആകാത്തൊരു കാര്യമാണ് അല്ലെ. പക്ഷെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ റിവിഷനും അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും പറഞ്ഞു തരാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ അതിന് ഒരു കറക്റ്റ് ആയിട്ടൊരു പ്ലാൻ വേണം. കാരണം ഇനി വളരെ കുറച്ച് ദിവസമുള്ളൂ. ആ ദിവസത്തിനുള്ളിൽ നമുക്ക് കംപ്ലീറ്റ് പഠിച്ചു തീർക്കണം എന്നുണ്ടെങ്കിൽ വളരെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാൻ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇനി അങ്ങോട്ടുള്ള ഓരോ ദിവസം എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് രീതിക്ക് പഠിച്ചാലാണ്, അല്ലെങ്കിൽ ഓരോ ദിവസം എത്രയൊക്കെ ചാപ്റ്റേഴ്സ് വീതമാണ് പഠിക്കേണ്ടത് എന്നുള്ള ഒരു കറക്റ്റ് ഒരു ഐഡിയ ഉണ്ടായാൽ മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. മാത്രമല്ല അതിന്റെ കൂടെ തന്നെ നമുക്ക് മറ്റൊരു സംഭവം കൂടി ഉണ്ട്. അതായത് നമുക്ക് USS എക്സാം അടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ രണ്ടും കട്ടക്കാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. അപ്പൊ ഈ രണ്ടും നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകണം, രണ്ടിനും ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പൊ ഇതെല്ലാം കൂടെ മാനേജ് ചെയ്യാനായിട്ട് നിങ്ങൾ എല്ലാവരും നല്ലോണം കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം മിസ്സിന് അറിയാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു അടിപൊളി സ്റ്റഡി പ്ലാൻ അല്ലെങ്കിൽ ഒരു സ്റ്റഡി സ്ട്രാറ്റജി പറഞ്ഞു തരാനായിട്ട് നമ്മുടെ എക്സാമിനർ ഫാമിലി വരുന്നുണ്ട് സൺഡേ രാത്രി ഈ താഴെ കാണുന്ന സമയത്ത്. അപ്പൊ ആരും ആ ഒരു ലൈവ് മിസ്സാക്കരുത്. ഇപ്പൊ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരോടും കൃത്യസമയത്തിന് നമ്മുടെ ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറയുക. അടിപൊളിയായിട്ട് പഠിക്കാം.